പാചകറാണി, വനിതാ പാചകറാണി ചേമി ചീങ്കീറിലിനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ചേമി ചീങ്കീറിൽ നീലഗിരിയിലെ ബെട്ടക്കുറുബ ഗോത്ര അംഗമാണ്. ചീങ്കീറിൽ എന്ന് പറയുന്ന കുലം ക്ലാനിലെ അംഗമായ ചേമി കേരളത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി വനിതയും ആശീർവാദും പ്രസ്റ്റീജും ചെയ്യുന്ന വനിതാ പാചകറാണി മത്സരം, അത് 10-20 കൊല്ലമായി നടത്തുന്നതാണ്. അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു റണ്ണറപ്പ് നേടിയ വനിതാ പാചകറാണിയാണ്. ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിൽ ബെട്ടക്കുറുബർക്കും ജേന് കുറുബർക്കും പ്രത്യേക കഴിവാണുള്ളത്. നമുക്കെല്ലാവർക്കും അതറിയാം. ബജ്ജി എന്ന് ബെട്ടക്കുറുബരും കാറ എന്ന് ജേന് കുറുബരും പറയുന്ന ചമ്മന്തി തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പലതരത്തിലുള്ള ചമ്മന്തികൾ അവരുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ജേന് കുറുബർ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് കിഴങ്ങുകളും കൂണുകളുമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ബെട്ടക്കുറുബരും. കിഴങ്ങുകളും കൂണുകളും ഇല്ലാതെ ഒരു ഭക്ഷണം അവർക്ക് ഇല്ല. തോന്റി എന്ന് പറയുന്ന റാഗി ജേന് കുറുബരുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പ്രത്യേക ദുർബല ഗോത്ര വിഭാഗത്തിൽ ഉൾപ്പെട്ട ജേന് കുറുബർക്ക് തോന്റി ഒരു പ്രധാനപ്പെട്ട വിഭവമായി ഇപ്പോഴും മാറിയിട്ടില്ല. പരിണാമത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മെഗാലിത്തിക് കാലഘട്ടത്തിലുള്ള പോട്ടറിയും മെഗാലിത്തിക് കാലഘട്ടത്തിലുള്ള ഭക്ഷണക്രമവും പിന്തുടരുന്ന 2 സുപ്രധാന ഗോത്രങ്ങളാണ് ഇവർ. തങ്കമണി പാചകത്തിൽ ഏറെ വിദഗ്ധയായ വ്യക്തിയാണ്. ജേന് കുറുബരുടെ ചരിത്രം പരിശോധിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഭക്ഷണത്തിന് മാത്രമല്ല മരണത്തോട് അനുബന്ധിച്ചും ചമ്മന്തിക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. കാറ, നള്ളിക്കാറ, നള്ളി എന്ന് പറഞ്ഞാൽ ഞണ്ടാണ്. ഞണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ചമ്മന്തിയാണ് നള്ളിക്കാറ. മരണത്തിൻ്റെ 7ാമത്തെ ദിവസം ആത്മാവിനെ നിഴല് കെട്ടിക്കൊണ്ടുവരുന്ന ഒരു സമയത്ത് അവരുടെ ശ്മശാനത്തിൽ വെച്ച് ഭൂതക്കുളു എന്ന് പറഞ്ഞാൽ കറുത്ത നിറത്തിലുള്ളൊരു ചോറ്, മരിച്ചുപോയവർക്കുള്ള വെളുത്ത നിറത്തിലുള്ള ചോറ് നമുക്ക് മനുഷ്യർക്ക് കഴിക്കാൻ വേണ്ടി 2 കുളു ഉണ്ടാക്കും. ഇതെല്ലാം കൊണ്ട് ഭൂതക്കുളു എന്ന് പറയുന്ന ചടങ്ങെല്ലാം നടത്തിയതിന് ശേഷം കൈയുടെ പുറകുഭാഗത്ത് ഞണ്ട് ചുട്ടരച്ച ചമ്മന്തി കാറ തേച്ച് അത് മണത്ത് കഴിയുമ്പോഴാണ് ഒരു വിലക്ക്, അതുവരെ മരണം സംബന്ധിച്ച് ആ സമുദായത്തിലെ ആളുകൾക്കുള്ള വിലക്ക് ഇല്ലാതാകുന്നത്. നമുക്ക് ഇന്ന് ആദ്യത്തെ ചമ്മന്തിയെ പറ്റി ചോദിക്കാം. ഏത് ചമ്മന്തിയാണ് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചമ്മന്തി? പറ. ചക്ക കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു കൊടുക്കൂ. ചക്ക അടുത്ത് പിടിച്ചിട്ട് ഇത്തിരി തേങ്ങ, മൊത്തം ചക്ക ആദ്യം അതിൻ്റെ നടുക്കത്തെ കളഞ്ഞു, മേലത്തെയും കളഞ്ഞു, ഒന്ന് മിക്സിയിലൊന്ന് അടിച്ച്, പിന്നെ കാന്താരിയും കുറച്ച് കറിവേപ്പിലയും ഉപ്പും മുളകും. ചെറിയ ചക്ക കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചമ്മന്തിയാണ് ഈ ചമ്മന്തികളിൽ ഇദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരമായത്. ആ ചമ്മന്തി എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. നജിയ, അവർക്ക് എല്ലാവർക്കും ചക്കയുടെ ചമ്മന്തി, ഇലയും ഇതും കൊടുത്തിട്ട് ചക്കയുടെ ചമ്മന്തി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം. എന്തുകൊണ്ടാണ് ചമ്മന്തിക്ക് എങ്ങനെയാണ് ആ പേര് വന്നത്? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. സംബന്ധി എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്നും, സംസ്കൃത പദത്തിൽ നിന്നാണ് ചമ്മന്തി എന്ന പേര് ഉണ്ടായത്. അത് 2 രീതിയിലാകാം. ഒന്ന്, ഭക്ഷണത്തോട് സംബന്ധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പലതരത്തിലുള്ള വസ്തുക്കൾ ഒന്നു ചേർന്ന് സംബന്ധിച്ചിട്ട് ഉള്ളത് എന്ന അർത്ഥത്തിൽ. ആ 2 നിരുക്തിയും അതിന് യോജിക്കുന്നതാണ്. എന്തു തന്നെയായാലും ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുന്ന സംബന്ധിയാണെങ്കിലും ഒരുപാട് വസ്തുക്കൾ ഒരുമിച്ച് ചേർന്ന് സംബന്ധി ആയതാണെങ്കിലും ഇന്ത്യയിൽ നിന്ന്, ദക്ഷിണേഷ്യൻ ഭക്ഷണങ്ങളിൽ ഇന്ത്യയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു വിഭവമാണ് ചമ്മന്തി എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു പക്ഷേ ആഹാരം നിർമ്മിക്കുന്ന കാലഘട്ടത്തിൽ
കിഴങ്ങുകൾ ചുട്ട് കഴിക്കുന്നതിനും മുമ്പ് തന്നെ ഗോത്രങ്ങളുടെ ജീവിതത്തിൽ ചമ്മന്തിക്ക് പ്രാധാന്യമുണ്ടായിരുന്നു. വിവിധ തരം ഇലകൾ, വിവിധ തരം വേരുകൾ, വിവിധ തരം മുളകുകൾ, വിവിധ തരം പഴങ്ങൾ എന്നിവ ചേർത്ത് വേവിക്കാതെ, പാചകം ചെയ്യാതെ അത് ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ചമ്മന്തിക്ക് ആ പേര് വന്നതും ആ വസ്തുവിൻ്റെ ഏറ്റവും മനോഹരമായ, ഏറ്റവും രുചികരമായ ഒരു അനുഭവം തരാൻ നമുക്ക് സാധിക്കുന്നതും. ചക്ക കൊണ്ടുള്ള ചമ്മന്തിയാണ് ഇപ്പം നമുക്കിവിടെ എല്ലാവർക്കും. ये चक्का को क्या बोलते हैं? जैक फ्रूट है ना, वो जैक फ्रूट का है. ये चटनी जैक फ्रूट से बना हुआ है. कटहेल, कटहेल मैंने भूल गया चक्का का हिंदी क्या है, मैंने भूल गया. कटहेल का कच्चा कटहेल का चटनी है यहाँ. बहुत अच्छा है. ഇനി നമുക്ക് അടുത്ത ചക്കച്ചമ്മന്തി എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും ചക്കയുടെ ചമ്മന്തി. മറ്റൊരു വെട്ടക്കുറുബരെ സംബന്ധിച്ചിടത്തോളം കാട്ടിൽ നിന്ന് കിട്ടുന്ന, അത് പിന്നെ ജേനുകുറുബനെ സംബന്ധിച്ചാണെങ്കിലും കാട്ടിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളാണ് കൂടുതലായും ചമ്മന്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് പന്തൽകായ്. ഈ കാലഘട്ടം ഇതായതുകൊണ്ട് പന്തൽകായ് നമുക്ക് ലഭിക്കുകയില്ല. കാരണം പന്തൽകായ് ഇപ്പം തളിരിടുന്ന ഒരു സമയമാണ്. കാട്ടുതക്കാളി, ചെറിയ വലുപ്പമുള്ള നമ്മുടെ തക്കാളിയുടെ അതേ രുചിയുള്ള കാട്ടുതക്കാളിയെയാണ് നമ്മൾ പന്തൽകായ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പന്തൽകായ് കൊണ്ടുള്ള ചമ്മന്തിയുണ്ട്. അതുപോലെ ചെറിയ മുളക്, ജീർമഗ്ഗായ് എന്ന് പറയുന്നത്, ചീന മുളക് എന്ന് നമ്മൾ പറയുന്ന ജീർമഗ്ഗായി കൊണ്ട് മുളക് ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾ ഈ ചീനമുളകിന് എന്താ പറയുക നിങ്ങളുടെ ഭാഷയിൽ? ജീരമൺസ്. ജീര മൺസ്. മൺസ്. ഇവർക്ക് മൺസ്, നിങ്ങൾക്ക് എന്താ പറയുക? ജീർമഗ്ഗയെ. അപ്പം എങ്ങനെയാണ് ഇതിൽ നമ്മൾ ആ കാറ ഉണ്ടാക്കിയത്? എങ്ങനെയാണ് ചീനമുളകിൻ്റെ ഉണ്ടാക്കിയത്? എങ്ങനെയാണ് കാറാവജില്? മലയാളത്തിൽ പറയോ? ഉള്ളി, സണ്ണ ഉള്ളി, ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി പറഞ്ഞു, നിങ്ങളുടെ ഭാഷ പറഞ്ഞ കുഴപ്പമില്ല. ಹುಂಚ ಹುಳಿ, വലിയ ഉള്ളി, വെളുത്തുള്ളി ಎಲ್ಲ ಕೂಡಿ ಒಂದು ತುಳ್ಳಿ ಎಣ್ಣೆನು ಹಾಕೊಟ್ಟು ಅದು ಕೊಯ್ಚಿ ಮಿಕ್ಸಿಲಿ അടിച്ചിട്ട് അത് കാറവജി ಮಾಡೋದು. പണ്ട് കാലത്ത് അവർ കുത്തിയും ചതച്ചൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ കിർത്താഡ്സിൽ വരുന്ന കഴിയുമ്പോൾ നമ്മൾ നവീന സാഹചര്യത്തിൽ മിക്സിയിലാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത്. സാധാരണയായിട്ട് ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ പരിപൂർണമായിട്ടും കല്ലുകൊണ്ട് തന്നെ, പാറയുടെ കല്ലുകൾ കൊണ്ട്, ചില ഈ മുതുവാന്മാരുടെ ഇടയിലൊക്കെ പിറ്റ് കുക്കിംഗ്, പാറയുടെ ഉള്ളിൽ കണലിട്ടുകൊണ്ട് തീ ചുടുന്ന, പുഴയോരത്തൊക്കെ തീ ചുടുന്ന ഒരു ശൈലി മുതുവാന്മാരുടെ ഇടയിൽ, ഇവിടെ വയനാട്ടിലെ ഗോത്രങ്ങളുടെയൊക്കെ ഇടയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ ചമ്മന്തി അരയ്ക്കാനുള്ളൊരു കുഴി അതിൻ്റെ കൂടെ ഉണ്ടാവും. വളരെ രസകരമാണ്. അത് കുത്തി കുത്തി അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ ചമ്മന്തി ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ചക്കയുടെ ചമ്മന്തി കഴിഞ്ഞെങ്കിൽ നമുക്ക് നെജിയ ചീനമുളകിൻ്റെ ചമ്മന്തി കൊടുക്കാവുന്നതാണ്. ഇത് കൊടുക്കുക എല്ലാവർക്കും. അടച്ചോനെ, ഞാൻ പിന്നെ ഭാഗ്യത്തിനാണ് ചക്ക ചമ്മന്തി നിങ്ങൾക്ക് ആദ്യം കിട്ടിയത്. അതല്ല ഇപ്പം പറഞ്ഞ രണ്ടാമത്തെ ചമ്മന്തിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നു വെച്ചാൽ ഇവിടുത്തെ കളി വേറെയായാണ്. ഇവരുടെ രണ്ടുപേരുടെയും പ്രശ്നം വളരെ ലളിതമാണ്. പരിപാടിക്ക് മുന്നേ തന്നെ ഞങ്ങളിതെല്ലാം തയ്യാറാക്കും. അത് ചക്കക്കുരുവിൻ്റെ ചമ്മന്തി. തക്ബിച്ച, തക്കിർഗ്. ചക്കക്കുരുവിന് പറയുന്നത് തക്കിർഗ് എന്നാണ്. തക്കിർഗിൻ്റെ ചമ്മന്തിയാണ് രണ്ടാമതായത്. ആദ്യം നമ്മൾ ചക്കയുടെ ചമ്മന്തി കഴിച്ചു, പിന്നീട് ചക്കക്കുരുവിൻ്റെ ചമ്മന്തി കഴിച്ചു. कटहेल का वो है ना हीरा जी, वो कटहेल का अंदर एक बीज उसका बीज का चटनी है ये. അല്ല, അത് കഴിഞ്ഞിട്ട് കൊടുക്കാം.
സാധാരണ രീതിയിൽ കിഴങ്ങുകളാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടിയുടെ കൂടെ കൊടുക്കാറ്. പക്ഷേ ഈ ഒരു കാലഘട്ടം കിഴങ്ങാണെങ്കിലും കായ്കളാണെങ്കിലും ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. മൂപ്പെത്തിയിട്ടുണ്ടാവില്ല. പലതരത്തിലുള്ള കിഴങ്ങുകൾ നമുക്കുണ്ട്. തൽക്കാലം നമ്മൾ നമ്മുടെ സ്വന്തം ബ്രസീലിയൻ കപ്പ, മരച്ചീനിയെ ഉപയോഗിച്ചാണ് നമ്മളിവിടുത്തെ പരിപാടികൾ ചെയ്യുന്നത്. തങ്കമണിയാണെങ്കിലും ചേമിയാണെങ്കിലും രണ്ടുപേരും പരിപാടികൾക്ക് മുമ്പ് വളരെ സ്മാർട്ടായിട്ട് എല്ലാം വളരെ നന്നായി റിഹേഴ്സൽ എല്ലാം നടത്തുകയും സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അത് മാഡം പറഞ്ഞു ഞാനെന്ത് ചെയ്യാനാന്നുള്ള മാതിരി ഇരിക്കുകയും ചെയ്യും. ഇത് ആദ്യത്തെ തവണയല്ല, പല തവണയായിട്ട് ഇങ്ങനെ തന്നെ. തങ്കമണി പാട്ട് പാടാൻ കയറിയ ഒരു സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പാട്ട് മറന്നുപോയെന്ന്. അങ്ങനത്തെ ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് പക്ഷെ നന്നായിട്ട് കുക്കിംഗ് വളരെ നന്നായിട്ട് അവർക്ക് അറിയാം. മറ്റൊരു പ്രധാനപ്പെട്ട പച്ചക്കറി, ഗോത്രങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പച്ചക്കറിയാണ് മത്തങ്ങ. മത്തങ്ങയ്ക്ക് ഗോത്രങ്ങൾ, പല ഗോത്രങ്ങൾ, അത് കുറിച്യരാണെങ്കിലും കുറുമരാണെങ്കിലും കുമ്പളങ്ങ എന്നാണ് പറയുന്നത്. അതിൻ്റെ യുക്തി എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മത്തൻ കുരുവിൻ്റെ ചമ്മന്തിയാണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത്. മത്തൻ കുരുവിന് എന്ത് പേരാടോ പറയുന്ന കുമ്പള ബിച്ച്. ബിച്ച് എന്ന് പറഞ്ഞാൽ വിത്താണ്. ഹിന്ദിക്കാരുടെ ഭാഷയിൽ ബീജ. ഇവർ ബെട്ടക്കുർബ ഭാഷയിൽ ബിച്ച്. തങ്കമണി എന്തായിരുന്നു ജേനക്കുർബ ഭാഷയിൽ ചക്കക്കുരുവിന് പറയുന്നത്? വിത്തിന് എന്താ പറയാ? കൊട്ടെ. ജേനക്കുർബ ഭാഷയിൽ കൊട്ടെ എന്നാണ് വിത്തിന് പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ മത്തങ്ങ കുമ്പളം എന്ന് പറയുന്നത് എനിക്കല്ല. കുമ്പള ബിച്ച്, കുമ്പള കൊട്ടെ, കുമ്പളയ്ക്ക, കുമ്പളൻ, ഇതിന് ഗോത്രപരമായ പല പ്രത്യേകതയുണ്ട്. കുലിൻ എന്ന് പറയുന്ന ഗോത്ര ദേവതയ്ക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒന്നാണ് മത്തൻ കുമ്പളക്കായ്. എല്ലാ തരത്തിലുള്ള ചടങ്ങുകൾക്കും ആദ്യമായി കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചടങ്ങുകൾക്കെല്ലാം കുലിന് ആദ്യമായി ഉണ്ടായ മത്തങ്ങ സമ്മാനമായി നൽകും. കുലിൻ എന്ന് പറയുന്നത് കുളവൻ, കൊളവൻ, ചോരക്കൊളവൻ, രക്തക്കൊളവൻ, അങ്ങനെ കുല്ലിൻ, അങ്ങനെ പലതരത്തിലുള്ള പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ദേവതയാണ് കുലിൻ. നമ്മുടെ ഇവിടെയും കലിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം കുറച്ച് മോഡേണൈസ് ചെയ്തിട്ട് പുതിയ കാലത്ത് ഗുളികൻ എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഓരോ ദേവതകളും വ്യത്യസ്തമാണ്. ഇപ്പോൾ ചോരക്കുളവനും സാദാ കുളവനും പിന്നെ കുലിനും ഒക്കെ വേറെ വേറെ സ്വഭാവമാണ്. പക്ഷേ എല്ലാവരും ഉർവരത ദേവതകളുമാണ്. കൃഷിയുമായി ബന്ധപ്പെട്ടും വിത്ത് ശേഖരണവുമായി ബന്ധപ്പെട്ടും കിഴങ്ങ് വനവിഭവങ്ങൾ ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ടും കുലിന് നേർച്ച കൊടുക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. എന്തായാലും കുലിന് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു നേർച്ചയാണ് ഗോത്ര വ്യത്യാസം ഇല്ലാതെ തന്നെ മത്തങ്ങ ഒരുപാട് ഇവരുടെ ജീവിതത്തിലുണ്ട്. അതിൻ്റെ കുരു എടുത്ത് പ്രസ്തുത കുരു ഉണക്കിയതിന് ശേഷം ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ് കുമ്പള ബിച്ച് ബജ്ജി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ മറ്റേ എണ്ണയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ബജ്ജി. പക്ഷേ ബെട്ടക്കുർബരെ സംബന്ധിച്ചിടത്തോളം ബജ്ജി എന്ന് പറയുന്നത് ചമ്മന്തിയാണ്. അതിൻ്റെ നിരുക്തി എന്താണ് എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. അടുത്തത് ഏതാണെടോ? ബാൻഗായ്. ബദനായ എന്ന് പറയുന്നത് വഴുതനങ്ങയാണ്. വഴുതനങ്ങയുടെ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് പറഞ്ഞു കൊടുക്കുമോ? എങ്ങനെയാ ചമ്മന്തി വഴുതനങ്ങയുടെ ഉണ്ടാക്കുന്നത്? വഴുതനങ്ങ ഇളം തീയിൽ, വലിയ തീയിലല്ല, ചാരത്തിൽ മാത്രം ഇട്ടിട്ട് ചുട്ടിട്ട് പിന്നെ അതിനെ അധികം അമ്മിയിലാണ് അരയ്ക്കുക. അന്നേരം ഒന്ന് കുത്തിയെടുക്കും. പിന്നെ ഉള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒന്ന് അരയ്ക്കും, ജസ്റ്റ് ഒന്ന് അരയ്ക്കും. എന്നിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ, കുറച്ച് പുളി, അത്രയേ ഉള്ളൂ. ചമ്മന്തി ഒരിക്കലും വളരെ നെയ്യ് പോലെ അരയരുത് എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി. ചമ്മന്തി കുത്തി ചതച്ച് മാത്രമേ, ഏറ്റവും ബെയർ മിനിമം എഫേർട്ടാണ് ചമ്മന്തിയുടെ ഇത്.
പല ചമ്മന്തികളും നമ്മൾ പച്ചയായിട്ട് ചെയ്യുമ്പം, അല്ലെങ്കിൽ വഴുതനങ്ങ കൊണ്ടൊക്കെ ഒരു ചമ്മന്തി ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളുടെ ഭക്ഷണ ഇതിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ കോഴിക്കോടൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഈജിപ്ത് പോലെയുള്ള സ്ഥലങ്ങളിലും ഒമാനിലൊക്കെയുള്ള ഇൻഡിജിനസ് ആയ മനുഷ്യർ, തനത് മനുഷ്യർ, അവരുടെ ഭക്ഷണക്രമത്തിൽ വഴുതനങ്ങ ഭയങ്കരമായി ഉൾക്കൊള്ളിച്ചിട്ടുള്ള കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് വഴുതനങ്ങ ചുട്ടരച്ച് എന്ത് വിത്തുകളെയും ചുട്ട് എടുത്തുകൊണ്ട് കഴിക്കുന്ന ഒരു രീതി ഗോത്രങ്ങൾക്കിടയിൽ സാധാരണയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളെല്ലാം ചുടുന്ന പോലെയുള്ള തീയിലോട്ട് മൊത്തം വലിച്ചെറിഞ്ഞല്ല ചുടുന്നത്. തീയുടെ ഗതി, ചൂട് നിയന്ത്രിക്കാൻ വേണ്ടി ചാരം മൂടിയ കനലുകൾ ഉപയോഗിച്ചാണ് ഇവർ ചുട്ട് എടുക്കുന്നത്. ചക്കക്കുരുവിൻ്റെ ചമ്മന്തിയും ഇതുപോലെ തന്നെ ചുട്ടുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. മത്തൻ കുരു ചുട്ടിട്ടാണോ ചെയ്തത്? മൈക്ക് എടുക്കോ? തീയിൽ ചുട്ടുകൊണ്ടാണ് സാധാരണയായി മത്തങ്ങയുടെ കുരു ഉണ്ടാക്കേണ്ടത്. തീയിൽ ചുടുക എന്ന് പറഞ്ഞാൽ അടുപ്പത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് അവിടെ തന്നെ നീളത്തിലുള്ള കൊള്ളി വെച്ച് പെട്ടെന്ന് ഇങ്ങോട്ടെടുത്ത് അങ്ങനെ ചുടും. മത്തൻ കുരു വളരെ പെട്ടെന്ന് തന്നെ അധികമായി കുക്ക് ചെയ്ത് പോകാൻ, വെന്തു പോവാൻ സാധ്യതയുള്ളത് കൊണ്ട് മത്തൻ കുരു ഉണ്ടാക്കുന്നത് അടുപ്പിലിട്ടുകൊണ്ടല്ല, അടുപ്പിൻ്റെ ചുറ്റുമുള്ള പ്രദേശത്തെ ചൂടിൽ ഇട്ടുകൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ മത്തൻ കുരു ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത്, ഇവിടെ ഇപ്പോൾ നമുക്ക് അടുപ്പിൻ്റെ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ഞങ്ങൾ ആധുനികവൽക്കരിക്കപ്പെട്ട കുക്കിംഗ് രീതികൾ ഏറ്റെടുത്തത് കൊണ്ട് ചട്ടിയിൽ, നല്ല അടിചൂടായ ചട്ടിയിലാണ് നമ്മളിത് ചെയ്ത് എടുത്തിട്ടുള്ളത്. അടുത്തത് മാങ്ങാ ചമ്മന്തിയാണ്. മാങ്ങ സംബന്ധിച്ച് പലപ്പോഴും ഗോത്രങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തെല്ലാം കുരങ്ങന്മാരൊക്കെ ഉള്ളതുകൊണ്ട് ഒരിക്കലും വയനാട്ടിലൊന്നും മാങ്ങ ധാരാളമായി അവർ ഉപയോഗിക്കുന്നത് കാണാറില്ല, മാങ്ങ കിട്ടാറില്ല. പക്ഷേ ഇവരുടെ ഭക്ഷണത്തിൽ മാങ്ങ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അപ്പം എങ്ങനെയാണ് ഈ മാങ്ങ കിട്ടുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പം, മഴക്കാലത്ത് മഴയിൽ പുഴയിൽ ഒഴുകി വരുന്ന കാട്ടുമാങ്ങകളെ ഇങ്ങനെ കോരി എടുത്തിട്ട് പെറുക്കി എടുത്തിട്ടാണ് ഇവർ മാങ്ങ ഉണ്ടാക്കുന്നത്, മാങ്ങ കൊണ്ടുള്ള വിഭവങ്ങൾ ചെയ്യുന്നത്. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കാശുംപുലിയെ. കാശുംപുലിയെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുമോ? പുഴ വെള്ളം കൂടുമ്പോൾ പുഴയിലെ മാങ്ങ ഒഴുകി വരും. അപ്പം ദൂരെ നിന്ന് തോട്ടി വെച്ച് പെറുക്കിയിട്ട് പിന്നെ ഇല്ലിമുളൻ്റെ കൊട്ടയിൽ ഇങ്ങനെ നിറച്ച് വെക്കും. അപ്പം പുതിയ ചട്ടി ടൗണിൽ നിന്ന് കൊണ്ടുവരും. അത് അടിഭാഗത്ത് പിന്നെ ആദ്യമേ അത് മെല്ലനെ ഊറി താഴോട്ട് പുളി വന്നാൽ പിന്നെ പുതിയ ചട്ടിയിൽ കൈവിടാതെ ഇളക്കിയിട്ട് അത് പല സമയത്തും പല കളറിലായിരിക്കും. അപ്പോൾ അത് അലുവ പോലത്തെ കളറ് വന്നാൽ ഇത് പൊട്ടുന്ന കുപ്പിയിലാക്കി വെക്കും. അപ്പം അത് ഓരോ സ്പൂണാക്കി ഇടുകയല്ല, ഇങ്ങനെ ഓരോ അംശമാക്കി ഇടുക. ഭയങ്കര പുളിയാണ്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന നാട്ടുപുളി, ടാമറിൻ്റെ ഗോത്രങ്ങളുടെ പാചകത്തിൽ വളരെ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നില്ല. അപ്പം ഒരു ചമ്മന്തിക്ക് തുല്യമായ സാധനമാണ് കാശുംപുലി. കാശുംപുലി ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. കാശുംപുലിയെ ഉണ്ടാക്കുന്നത് ഇതുപോലെ മാങ്ങ പെറുക്കിയെടുത്തതിന് ശേഷം വെള്ളം തോർന്ന് അതിൻ്റെ പൾപ്പ് എടുത്ത് അടുപ്പത്ത് കലത്തിൽ വെച്ച് കുക്ക് ചെയ്ത് അതേ കലത്തിലാണ് അത് സൂക്ഷിക്കുക. ഒരു വർഷം അത് കഴിഞ്ഞ് മാറ്റുമ്പോൾ പൊട്ടിപ്പോവില്ലേ? പറ്റില്ല. ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇവരൊക്കെ ആ കലത്തിൽ നിന്ന് മാറ്റി വേറൊരു കലത്തിലേക്ക്, ഒരു പൊട്ടുന്ന ജാറിലേക്കോ ഇതിലേക്കെങ്കിലും മാറ്റാറുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഇത് കഴിയുമ്പോഴേക്കും തന്നെ അതിൻ്റെ ഒരു രാസപ്രക്രിയകൾ കൊണ്ട് ആ കലം പൊട്ടിപ്പോവും. ഈ കാശുംപുലിയെ ശരിക്ക് ടെമറിൻഡ് ഉപയോഗിക്കുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളിലും കാശുംപുലിയെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പച്ചമാങ്ങ കൊണ്ട് തന്നെ മാങ്ങ ചുട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കും, മാങ്ങ പ്ലെയിൻ ആയിട്ടും ചമ്മന്തി ഉണ്ടാക്കും, കാശുംപുലിയെയും ഉണ്ടാക്കും. ഇവിടെ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മാങ്ങാ ചമ്മന്തി. മാങ്ങാ ചമ്മന്തി കൊടുത്തോ? മാങ്ങാ ചമ്മന്തി എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ഇനി അടുത്തത് തേങ്ങാ ചമ്മന്തി. തേങ്ങയ്ക്ക് എന്താ പറയുക? തേങ്കായ്. അത് തേങ്ങനക്കായ? തേങ്ങിനക്കായ? എന്നാ അതൊന്ന് പറഞ്ഞു കൊടുക്കും. എങ്ങനെ തേനക്കായിൻ്റെ കാറ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കൊടുക്കും. തേങ്ങ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് പറഞ്ഞു കൊടുക്കൂ. തേനക്കായി ചുട്ടരച്ച് ಬೆಂಕಿ ಕಂಡಲ ಹಾಕಿಟ್ಟು ಸುಟ್ಟೊಟ್ಟು ಅದು ಖಾರ ಅರಿಪದು
ಮಣಸು ಗಿಳೆ ಮಣಸು ಅದನ್ನೇನು ಸುಟ್ಟೊಟ್ಟು ಬೂದಿಲಿ ಹಾಕಿ ಸುಟ್ಟೆತ್ತೊಟ್ಟು ಖಾರ ಬಜ್ಜಿ ಅದು ಸರಿ ಮಾಡೋದು. തേങ്ങ കല്ലിലരുത്ത് ಹುಡಿ ಮಾಡೋದು. ഓക്കെ. തേങ്ങ ചുട്ടെടുത്തിട്ടാണ് ചമ്മന്തി അരയ്ക്കുന്നത്. ചെറിയ മൺസ് പറഞ്ഞാൽ മുളകല്ലേ, മൺസ്ക്ക് മുളകാകി മൺസ്, ചെറിയ മുളക് എടുത്ത് ആ മുളകാണ് കാറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എല്ലാ സാധനങ്ങളും മുഴുവനായി കുക്ക് ചെയ്യാതെ ഭാഗികമായി ചുട്ടോ ചൂടാക്കി എടുത്തോ ആണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. ചമ്മന്തി ഇല്ല, ചക്കയുടെ ചമ്മന്തി വേവിക്കുന്നില്ല. ഒന്നും പൂർണ്ണമായി കുക്ക് ചെയ്തിട്ട് ചമ്മന്തി അരക്കില്ല. എന്നാൽ ഭാഗികമായി ചൂടാക്കി ചെയ്യുകയും ചെയ്യും. പലപ്പോഴും കാടുകളിൽ നിന്നും നമുക്ക് കിട്ടാവുന്ന പച്ചക്കറികളൊക്കെ പച്ചയ്ക്ക് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കാവുന്ന രോഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ രോഗാണുക്കളിൽ നിന്നൊക്കെ വിമുക്തമാക്കാൻ വേണ്ടിയായിരിക്കാം ഒരു പക്ഷെ ചെറുതായി ചൂടാക്കുകയോ ചുട്ടെടുക്കുകയോ ചെയ്യുന്ന ശൈലി ഗോത്രവർഗ പാചകത്തിൽ പിന്തുടരുന്നത് എന്ന് കരുതപ്പെടുന്നു. അതേതാ ചമ്മന്തി? നീൽഗായ് അല്ലേ? ബെട്ടക്കുറുബരുടെ ഭാഷയിൽ നീൽഗായ്. നമ്മൾ എന്തായിരുന്നു പറയുന്നത്? നെല്ലിക്കായ്. നീൽഗായ് അഥവാ നെല്ലിക്കായ്. നമ്മൾ ഇവിടെ നിന്ന് കിട്ടുന്ന വലിയ ഉണ്ട നെല്ലിക്കയല്ല. നമ്മൾ ഫീൽഡിലൊക്കെ പോകുമ്പോൾ നമ്മൾ ധാരാളമായി കണ്ടിട്ടുണ്ട്. ചെറിയ കുഞ്ഞ് നെല്ലിക്കയാണ് ഉപയോഗിക്കുന്നത്. ഈ കുഞ്ഞു നെല്ലിക്ക ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നെല്ലിക്ക ചുട്ടിട്ടും ഉണ്ടാക്കും, ചമ്മന്തി ഉണ്ടാക്കും. നെല്ലിക്ക ചുടാതെ പച്ച ആയിട്ട് കുത്തിച്ചതച്ചെടുത്തും ചമ്മന്തി ഉണ്ടാക്കും. നെല്ലിക്ക ചമ്മന്തി കൊടുത്തോ? കഴിഞ്ഞോ? ഏതാ? മാംസാഹാരങ്ങൾ വെജിറ്റേറിയനായ ആളുകൾ കഴിക്കണ്ട. ഇറ്റ്സ് എ നോൺ വെജിറ്റേറിയൻ ചട്നി. പ്ലീസ് ഡോണ്ട്. ഞണ്ട്, ചെറിയ മീനുകൾ, കൊമ്മീനു. ഞണ്ടിന് നള്ളി എന്നാണ് ജേനുകുറുബ ഭാഷയിൽ പറയുന്നത്. ബെട്ടക്കുറുമര് ഞണ്ടിന് നണ്ട് എന്നല്ലേ പറയുന്നത്? ചേമി നണ്ട് എന്നല്ലേ പറയുന്നത്? അത് കൊമ്മീനാണ്, അതെനിക്കറിയാം. മറ്റേ നണ്ടല്ലേ, നണ്ട്. അപ്പം എന്തായാലും ഞണ്ടിനെയും ചെമ്മീനെയും, ചെമ്മീൻ നമ്മൾ കടലിൽ നിന്നൊന്നും കിട്ടുന്ന ചെമ്മീനല്ല, ചാട എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു നീളത്തിലുള്ള ഒരു 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 മുറം പോലത്തെ മൂല ഇങ്ങനെ ആയിട്ടുള്ളൊരു മുറം നമുക്ക് മ്യൂസിയത്തിൽ കാണാം. ചാട, കോർത്ത എന്നെല്ലാം അതിന് പേരുണ്ട്. ഈ ചാടയും കോർത്തയും ഉപയോഗിച്ച് ബെട്ടക്കുറുബ സ്ത്രീകൾ, ജേനുകുറുബരാണെങ്കിലും എപ്പോഴും വയനാട്ടിലെ പുഴയിലൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുന്ന കാണാം. അങ്ങനെ പിടിച്ചെടുക്കുന്ന കൊമ്മീന്, ചെമ്മീൻ എന്താ നിങ്ങളുടെ ഭാഷയിൽ പറയുന്നേ? ചെമ്മീൻ എന്താ പറയുന്നേ? ചെള്ളിമീൻ. ആ ചെമ്മീനെ ഉപയോഗിച്ച് അത് പാറയിൽ ഇങ്ങനെ വിതർത്തിയിടും കുറേ കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അത് നന്നായി ഉണങ്ങി വരും. ആ ഉണങ്ങിയ ചെമ്മീൻ ഉപയോഗിച്ച് അതൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതുകൊണ്ടുണ്ടാക്കുന്ന ചട്നിയാണ് കൊമ്മീൻ ചട്നി. ജേനുകുറുബ അഥവാ കാട്ടുനായ്ക്കരും അതേ രീതിയിൽ തന്നെയാണ് ചട്നി ഉണ്ടാക്കുന്നത്. മറ്റൊരു എക്സോട്ടിക് ആയിട്ടുള്ള ചട്നി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ആദ്യത്തെ മരിച്ചുപോയ പ്രേതാത്മാക്കൾക്ക് നിഴലുകൾ, മരിച്ചുപോയ ഓരോ മനുഷ്യനും നിഴലായി മാറും എന്നാണ് ജേനുകുറുബരുടെ വിശ്വാസം. മരണാനന്തരം നിഴൽ പിടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് നല്ല ഫുഡ് കൊടുക്കണം. അതിന് മരിച്ചുപോയ ആൾക്ക് അടക്കം വിശേഷപ്പെട്ട ഞണ്ടിൻ്റെ കാറ, നള്ളിക്കാറ അല്ലെങ്കിൽ ഞണ്ടിൻ്റെ ചമ്മന്തിയാണ് കൊടുക്കുക. ജീർമഗ്ഗായ് അഥവാ കാന്താരിയുടെ ചമ്മന്തിയാണ്. കൊടുത്തു. വെള്ളം കൊടുക്കാതിരുന്നത് മോശമായിപ്പോയി. വേറെ എന്തെങ്കിലുമൊക്കെ ചമ്മന്തി അരയ്ക്കാറുണ്ടോ? ഒന്നും പറഞ്ഞോ. പന്തൽക്കായ് പച്ച അരയ്ക്കും,
പന്തൽക്കായ് പച്ച അരയ്ക്കും. പച്ച ഇതേപോലെ തക്കാളി വഴുതനങ്ങ ചുട്ടത് പോലെ തന്നെ പച്ച അരയ്ക്കും. അതിലിത്തിരി പുളി ഒഴിച്ചിട്ട് ഇത്തിരി എണ്ണയും കൂടെ ഒഴിച്ചാൽ പന്തൽഗായി എന്ന് പറയുന്ന ചെറിയ തക്കാളി ഉപയോഗിച്ച് ചട്നി ഉണ്ടാക്കാറുണ്ട്. അത് പച്ചയായിട്ടും അല്ലെങ്കിൽ അത് വെറുതെ ചുട്ടെടുത്തിട്ടുമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ചന്തയിൽ മേടിക്കുന്ന ഉണക്ക് മത്തിയില്ല. മറ്റൊന്ന് പുഴയിൽ നിന്നും മറ്റും നമുക്ക് ലഭിക്കുന്ന മത്സ്യങ്ങളാണ്. ഇപ്പം ഉണക്ക മീനുകൾ നമ്മുടെ കടയിൽ സമൃദ്ധമായി കിട്ടുന്ന മീനുകൾ ഉപയോഗിച്ചും ഗോത്രവർഗ അംഗങ്ങൾ ചമ്മന്തി ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഉണങ്ങിയ മീനുകൾ, പുഴമീനുകൾ ഉണക്കിയെടുത്ത പുഴമീന് ഇതേപോലെ തന്നെ ചുട്ട് തേങ്ങയുടെ കൂടെയോ അല്ലാതെ തേങ്ങയില്ലാതെയോ ചമ്മന്തി അരയ്ക്കും. അതിനകത്ത് കാട്ടുകുരുമുളക് ഇടാറുണ്ട്. എരിവിന് വേണ്ടി പ്രധാനമായും കാട്ടുകുരുമുളക്, ഇഞ്ചി, കാട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന മണമുള്ള മുളക്. ജീർമക്കായ്ക്ക് എന്താ പറയുന്നത്? ബൊള്ളെ. ബൊള്ളെ ജീർമക്കായ എന്താ പറയുന്നത്? മണമുള്ള പാൽമണം. പാൽ ജീർ മഗ്ഗായി എന്ന് പറയും. നമുക്കറിയാം ഒരു മട്ട് മണമുള്ള ഒരു മുളകാണത് പാൽ ജീർ മഗ്ഗായി. നമുക്ക് അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ചമ്മന്തിയൊക്കെ തീർന്നു എന്നുള്ളതാണ്. നമ്മുടെ കപ്പയും സംഗതികളൊക്കെ തീർന്നു. ഇപ്പോൾ ഗോത്ര ജീവിതത്തിലാണെങ്കിലും ഇന്ത്യയുടെ ഭക്ഷണ ചരിത്രത്തിലാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചമ്മന്തി. വനവിഭവങ്ങൾ ശേഖരിച്ചും ഇലക്കറികൾ മാത്രം കഴിച്ചും ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരു തലത്തിലേക്ക് ഉയരാത്ത കാലഘട്ടത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പാചകത്തിൻ്റെ വിഭവമായിട്ടാണ് ചമ്മന്തി കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാത്ത ആളുകൾക്കും ചോറും ചമ്മന്തി ഉടച്ച് കഴിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ലളിതമായ ഭക്ഷണമായി മാറുന്നത്. ഏറ്റവും പ്രാചീനമായ ഒരു പക്ഷേ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് കുക്കിംഗ്, കാട്ടുതീ ഉണ്ടായപ്പോഴാണ് ആദ്യം വെറുതെ ആയിരുന്നു കിഴങ്ങുകൾ കഴിച്ചിരുന്നത്. വെറുതെ എന്ന് പറഞ്ഞാൽ പല കിഴങ്ങുകളിലും കട്ടുണ്ട്. പിന്നെ കഴിച്ചാൽ നമ്മുടെ അന്നഗുല്യയും ആമാശയൊക്കെ പൊള്ളിപ്പോകുന്നത്. അപ്പം അതിനെ പുഴവെള്ളത്തിൽ ഇറക്കി വെച്ച് ആ കട്ട് നീക്കം ചെയ്തതിന് ശേഷം ആ കിഴങ്ങുകൾ പച്ചയ്ക്ക് കഴിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്നോ ഒരിക്കൽ കാട്ടുതീ ഉണ്ടാവുകയും ആ കാട്ടുതീയിൽ കിട്ടിയ പിന്നെ കിഴങ്ങും മാനിൻ്റെയും മറ്റ് മൃഗങ്ങളുടെയും ഇറച്ചിക്ക് സവിശേഷവും പ്രത്യേകവുമായ ഒരു രുചി ഗോത്രങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ചെയ്തപ്പോഴായിരിക്കാം ഭക്ഷണം പാകം. അതുമാത്രമല്ല, ഗുരുത്വമുള്ള ഇറച്ചി പോലെയുള്ള ഗുരുത്വം കൂടിയ വയറിന് പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലുള്ള, ഇപ്പോൾ കാട്ടി എന്നൊക്കെ പറയുന്ന ഭയങ്കര വലിയ ബീഫിനേക്കാളും വലിയ കണ്ടിട്ടുണ്ടാവും, ഒരു 100-500 കിലോ ഉണ്ടാവും. അതിൻ്റെയൊക്കെ ഇറച്ചി കഴിച്ചാൽ ചിലപ്പോൾ വയറൊക്കെ നമുക്ക് കേടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പാകം ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലായത് ആദ്യത്തെ കാട്ടുതീ വന്നപ്പോഴാണ്. കാട്ടുതീ മനുഷ്യൻ്റെ കാടിൻ്റെയും ആവാസ വ്യവസ്ഥയെ നശിപ്പിച്ചു എങ്കിലും പാചകം ചെയ്യുക എന്നുള്ളത്, അത് ചെയ്തതിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി മനുഷ്യർക്ക് ഗോത്രമായി നമ്മളിൽ ഓരോരുത്തരും, നമ്മളുടെ പൂർവികരിൽ ഓരോരുത്തരും നായാടിയും അലഞ്ഞു തിരിഞ്ഞ് വിഭവങ്ങൾ ശേഖരിച്ച് കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അവിടെ നിന്ന് തന്നെയാണ് ചമ്മന്തിയുടെ ചരിത്രവും തുടങ്ങുന്നത്. വെറുതെ കിഴങ്ങ് കഴിക്കുന്നതിന് പകരം എന്തെങ്കിലും 1-2 കാര്യങ്ങൾ കുത്തി ചതച്ചും ചേർത്തും, പുളിക്ക് പകരം ഒഴുകി വരുന്ന മാങ്ങയുടെ ഉപയോഗിച്ചും, ഉപ്പിന് പകരം ഉപ്പ് എന്ന് പറയുന്ന സാധനം അപൂർവമാണ്. കാട്ടിനകത്ത് ഉപ്പ് കിട്ടില്ല എന്ന് നമുക്കറിയാം. അവരുപയോഗിച്ചിരുന്നത്, ഇപ്പോൾ ചോലനായ്ക്കൻ അടക്കമുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്നത് ഗുഹയുടെ മുകളിൽ പറ്റി നിൽക്കുന്ന ബേർഡ്സ് നെസ്റ്റാണ്. ഇക്കി എന്ന് ചോലനായ്ക്കർ പറയും. ചെറിയ ചെറിയ കൂടുണ്ടാക്കുന്ന സ്വിഫ്റ്റ് ബേർഡിൻ്റെ ആ കൂട് എടുത്തിട്ടാണ്, അത് ഉണക്കി പൊടിച്ചിട്ടാണ് ചമ്മന്തികളിൽ ആദ്യകാലത്ത് ചേർത്തിരുന്നത്. പക്ഷെ ചില ആളുകൾ ചില സ്ഥലത്ത്, പ്രത്യേകിച്ച് ചോലനായ്ക്കരുടെ അവിടെ പോയിട്ട് നമ്മൾ കഞ്ഞി കുടിച്ചാലുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, ജൈനക്കുറുബർക്കൊക്കെ ഉണ്ട്, ഇതിങ്ങനെ തൂക്കിയിട്ടിരിക്കും, ഗുഹയുടെ ഒരു ഭാഗത്ത് തൂക്കിയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ കഞ്ഞി കുടിക്കുന്ന സമയമാകുമ്പോൾ ആ കിളിയുടെ കൂടെടുത്തിട്ട് നമ്മൾ കഞ്ഞിയിൽ ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ കഴിക്കും.
അങ്ങനെ പാചകത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പരിണാമത്തിൽ ഏറ്റവും അടിസ്ഥാനമായ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള, കൂടുതൽ ചൂടില്ലാതെ കുക്ക് ചെയ്യുക, കൂടുതൽ അമിതമായി വെന്തു പോകാതിരിക്കുക തുടങ്ങിയ പല സംഗതികളും ചേർത്താണ് ബജ്ജി അഥവാ കാറ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം ഇതൊരു ചെറിയ സൂചന മാത്രമാണ്. ഏത് വിഭവം, ഇപ്പോൾ ഒരു ഉള്ളി കിട്ടിയാൽ തന്നെ ആ ഉള്ളി ചുട്ടും ചുടാതെയും പകുതി ചുട്ടും പിന്നെ ചതച്ചും ചതയുടെ അളവനുസരിച്ച് ചമ്മന്തിയുടെ രുചി മാറും. അതുപോലെ തന്നെ ചൂടിൻ്റെ അളവനുസരിച്ച് ചമ്മന്തിയുടെ രുചി മാറും. അതുപോലെ അങ്ങനെ പല പല സംഗതികൾ മാറിയും തിരിഞ്ഞുമെല്ലാം പരീക്ഷിച്ച് കാലകാലങ്ങളായി കൈമാറി വന്നിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ഭയങ്കര ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് കിഴങ്ങുകൾ, ഹെക്ക് ഹെർമാൻ, ബൊന്നി, കവല, നൂര, കൊറണ, നമ്മുടെ കൊറോണയല്ല കൊറണ, ഹെന്തിക്കൊറണയൊക്കെ ആവാനായോ തങ്കമണി? കൊറണയൊക്കെ ആവാനായോ കാട്ടില്? കാട്ടിലെ വള്ളികളെല്ലാം കുറേ പൊട്ടിപ്പോയി എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പം കിഴങ്ങൊന്നും കിട്ടാനില്ലല്ലേ? ഇനി മുളച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ കാലഘട്ടം കിഴങ്ങിന് ചേർന്നതല്ല. കിഴങ്ങ് നമ്മൾ കഴിക്കാറില്ല ഈ കാലഘട്ടത്തിൽ. ഇനി കുറച്ച് കഴിഞ്ഞ് മഴയൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് കിഴങ്ങുകൾ വരും. അപ്പോൾ നമുക്കിനി മറ്റൊരിക്കൽ കാട്ടിലെ കിഴങ്ങുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ചമ്മന്തികളിലേക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭവങ്ങളിലേക്കും വരാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ, എല്ലാവരോടും പറയൂ. എല്ലാവരും ഞാൻ ഉണ്ടാക്കിയ ചമ്മന്തിയും കപ്പയും കഴിച്ചതിന് സന്തോഷം. अय्यो, शी इज वेरी हैप्पी विद दैट. उसको बहुत खुश हो गया आप लोगों ने उसका. ഒന്നും മലയാളത്തിൽ അങ്ങനെ പറയാൻ അറിയില്ല, എന്നാലും ഞാൻ കുറച്ച്. her language is not malayalam, उसका भाषा मलयालम नहीं है. हमारे जैसी उसका अलग आदिवासी भाषा है, बेटाकुरबा है उसका भाषा का नाम. हमारा बील बैगा जैसा अलग लैंग्वेज है उसका. മൈക്കിലൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. അതിപ്പം എൻ്റെ മകനും അവളും കൂടി പഠിച്ചെടുത്ത മലയാളമാണ്. ഇവർ രണ്ടുപേരും ദേഷ്യപ്പെടുകയോ സങ്കടപ്പെടുകയോ ടെൻഷൻ അടിക്കുകയോ ചെയ്താൽ പിന്നെ അവരുടെ ഭാഷ മാത്രമേ വായിന്ന് വരുള്ളൂ. അത് പിന്നെ അങ്ങനെയാണല്ലോ, ലാംഗ്വേജ് ഓഫ് എക്സ്പ്രഷൻ, അവരുടെ ലാംഗ്വേജ് ഓഫ് എക്സ്പ്രഷൻ. വികാരം കലരുന്ന എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ ഗോത്രാംഗങ്ങളും അവനവൻ്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഞാനൊക്കെ എൻ്റെ അമ്മ മരിച്ചപ്പോൾ മലപ്പുറം ഭാഷയിലാണ് കരഞ്ഞതെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ഇപ്പോഴും കളിയാക്കാറുണ്ട്. ഡാർക്ക് കോമഡിയാണ്. എനിവേ, എന്താണ് തങ്കമണിക്ക് പറയാനുള്ളത്? പറയൂ. നമ്മൾ ഈ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയതും അത് ഇവർ കഴിച്ചതും സംബന്ധിച്ച് പറയൂ. എല്ലാവരോടും എന്താ പറയാനുള്ളത്? ഇവരിതൊക്കെ കഴിച്ചിരിക്കുകയാണ്. ഭാഷയെ സംസാരിച്ചാൽ മതി, നമ്മളെ ഭാഷയെ സംസാരിക്കും. ജൈൻ കുർബ ഭാഷ മൈക്ക് അടുത്ത് വെക്കണം. അത് സാരില്ല, അവർക്ക് കേൾക്കണമെന്ന്. അടുത്ത് വെക്കൂ, മൈക്ക് അടുത്ത് വെക്കൂ. ಖಾರ ಬಜ್ಜಿ ಹಚ್ಚುಕೊಟ್ಟೆ ಖಾರ ಬಜ್ಜಿಯನ್ನು, ಮಾವುಕಾಯಿ ಖಾರ ಬಜ್ಜಿಯನ್ನು, ಬದನೆಕಾಯಿ ಖಾರ ಬಜ್ಜಿಯನ್ನು, ಸೆಳ್ಳಿ ಮೀನಿನ ಖಾರ ಬಜ್ಜಿಯನ್ನು ಅದೆಲ್ಲ ഇഷ്ടപ്പെട്ടരെ അടുത്തത് ഇതേ മാതിരി ಒಂದು ഗ്രൂപ്പ് എത്തിട്ട് ഞങ്ങൾ ಇಲ್ಲಿ ഭക്ഷണം ഉണ്ടാക്കിത്തിಗೆ. ಖಾರ ಬಜ್ಜಿന് ഇതിനേക്കാളും ഇഷ്ടംമാതിരി ಖಾರ ಬಜ್ಜಿ ಇರ್ತದೆ. ഇത് അല്ലാതെ കണ്ട് കൂടുതൽ ಖಾರ ಬಜ್ಜಿ നെള്ളി പല സാധനം ಇದ್ದದೆ. ಆಗ ಅದು ತಂದು ಮಾಡಾಗಂಬ ಮೇಡಮ್ സാറുമാർ എല്ലാവരും ಬಂದು ಇಲ್ಲಿ സ്റ്റേജിൽ ಬಂದು നിലക്ക്. അടുത്ത തവണ കുറച്ചുകൂടി നന്നായിട്ട് കൂടുതൽ ഇനങ്ങൾ, പ്രത്യേകിച്ച് നെള്ളി പോലെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവരും. എല്ലാവരും മാഡംമാർക്കോ സാറുമാർക്കോ ഒക്കെ കൂടുതൽ കഴിക്കാമെന്നാണ്. ഇനി അക്കുവിൻ്റെ ഭാഷയിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കൂ. എല്ലാ ബദനായ, ജീർമാക്കയ, കിരിയൊല്ലി, കൊമ്മീനു, നീൽഗയ ഈ ബജ്ജികന്തിരി നായർ മാടിച്ചത് നിങ്ങൾക്ക് തിന്നു ടേസ്റ്റ് പൊടിച്ചങ്ക. ടേസ്റ്റ് എന്ന് പറഞ്ഞ പൊതു മലയാളത്തിൽ ഇംഗ്ലീഷ് ആണക്കോ? അല്ല, എൻ്റെ ഭാഷയിൽ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചൊവ്വി എന്ന് പറഞ്ഞാൽ ഇത് ഇഷ്ടപ്പെട്ടു എന്ന്. ഒത്താന്ന് പറഞ്ഞാലും ഇഷ്ടപ്പെട്ടു എന്ന്. ഒത്ത
മൊത്തനെ പിന്നെ നൂതന പിന്നെ അടുത്ത ട്രെയിനിങ്ങൊക്കെ എറമാനത്ത് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെ ഇനിയിപ്പോൾ അതല്ല. ഇനി പ്രേക്ഷകർക്ക് എന്തെങ്കിലും അവരോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഞാൻ നെല്ലിക്ക, വഴുതനങ്ങ, കൊമ്മീൻ ഇതിൻ്റെ എല്ലാം ചമ്മന്തി ഉണ്ടാക്കി, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എന്നുള്ളതാണ് അവരുടെ ഭാഷയിൽ പറഞ്ഞത്. ഇനി നിങ്ങൾക്കിപ്പം നങ്കളക്കന്മാരൊക്കെ വേറെ ഉണ്ട് ഇവിടെ, നങ്കളക്കൻ്റെ ഭാഷയിൽ വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. നമ്മളെ ജേനുകുർബറുണ്ട് ഭാഷയിൽ. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ഇവിടെ ഇരുന്നോളൂ, മതി, ഇരുന്നോളൂ, ഇരുന്നോളൂ, ഇരിക്കൂ. ദാ വെള്ളം, ഇവിടെ ഇരിക്കൂ, വെള്ളം തരാം. ചോദ്യം ചോദിക്കൂ എല്ലാവരും. എനിക്ക് ചോദിക്കാനുള്ളത് നങ്കളക്കനോടാണ്. ಅಕ್ಕ ನಿಂಗೆ ಮಕ್ಕ ಎರ್ತಿನೀಗ ನೀಲ್ಗ ತುಟ್ನ ಎರ್ತಗದ ಪಶ್ಚಿಮ മൈക്കിൾ പോളെ ಇಲ್ಲಿ ಇದೊಂದು ഓഫീസ് അല്ല. പിന്നെ ಅದನ್ನ നമുക്ക് സാഹചര്യക്ക് ഒന്നിനു സൗകര്യം എന്ത്ര കുറവില്ല. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ಗೊತ್ತಲ್ಲ. ಒಂದೆಡ್ಕ പോസൻ പിന്നെ ಒಂದೆಡ್ಕ പോസന്നെ അതിൻ്റെ ബുദ്ധിമുട്ടെന്തരെ അതിനില്ല ഒന്നും സൗകര്യം ಇಲ್ಲ. അപ്പം ആ കൊമ്മീനു ചീഞ്ചട്ടിലിട്ടു ഓടകാശുന്നു തുട്ടു എടുത്ത് ಅದಕ್ಕೆ പൊതുവേ കീർലാസന്നെ ഇത് കോടകൾ പീതിയ നിരി നീക്കുന്നു. ചോദ്യം ഒന്ന് മലയാളത്തിൽ പറഞ്ഞവർക്ക് മനസ്സിലാവുമായിരുന്നു. ഞാൻ ചേച്ചിനോട് ചോദിച്ചത് നെല്ലിക്ക ചുട്ട് ചമ്മന്തിയാക്കിയതാണെന്ന് ചോദിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതിനുള്ള സൗകര്യമില്ല. അപ്പോൾ വീട്ടിലാണെങ്കിൽ തീക്കനൽ മാറ്റിയിട്ട് ചാരത്തിൻ്റെ ഇടയിൽ ഇട്ടിട്ട് അത് വെന്ത് കഴിയുമ്പോൾ അവിടെയാണ് പിന്നെ എടുത്തൊന്ന് ഫ്രഷായി എടുത്തിട്ട് കാന്താരി മുളകും ഉപ്പും ചേർത്തിയുള്ള ചമ്മന്തി അരിക്കുന്നതാണ് ചേച്ചി പറഞ്ഞത്. ഞാനൊക്കെ ഉപയോഗിച്ച് വരുന്നതാണ്. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഇത് മനസ്സിൽ വിചാരിച്ചനെ പിന്നെ അത് എർമാൻ തീരിങ്കൊട്ടു പിന്നെ ഞങ്ങൾ യാണ്ട് ഉപയോഗിച്ചപ്പോൾ ഞങ്ങൾക്ക് അല്ലി ಗೊತ್ತಾಗಲ್ಲ. ഞങ്ങൾക്ക് ഇറല്ല ഇല്ല അതിന് പുറത്ത് ഓഫീസ് അതിനനുസരിച്ചിനല്ല ഞങ്ങൾക്ക് കീഴാപ്പത്തു. അക്കു ഇത്ര ഫാസ്റ്റായി പറഞ്ഞ ഇവർക്ക് ആർക്കും ಗೊತ್ತಿಲ್ಲ. പറഞ്ഞു കൊടുക്ക. ചീങ്കീറിലക്കൻ, ചീങ്ങേറിയക്കൻ, ചീങ്ങേറിയക്കൻ. ചീങ്ങേറിയക്കൻ്റെ മലയാളം കുറച്ച് മലയാളം കലർന്ന ഭാഷ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ചേച്ചി പറഞ്ഞത് പിന്നെ ഇവർ കുറച്ച് നന്നായിട്ട് ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോൾ അതിൻ്റേതായ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായതുകൊണ്ടാണ് പറ്റുന്നത്ര അവർ സഹകരിച്ച് തയ്യാറാക്കിയിട്ടുണ്ടെന്നുള്ളത്. നണ്ട് മക്ക അർപ്പക്കല്ല നിങ്ങൾ ജീർമക്ക കിട്ടണോ? നണ്ട് പിന്നെ ഇത് കൊമ്മീനു കോള പോലെ തന്നെ ഇത് കല്ല് പോഴക്കുന്നയ കറുത്തനയുടെ നണ്ടില്ല. എന്നിട്ട് ആന തൊട്ടു അടുക്കെ ചാട്ടു അപ്പർ അത് മലയാളത്തിൽ വന്ന് അത്തല്ലി ഇത്തല്ലു സാധനം വട്ടു പിന്നെ ആന തൊട്ടു സാധാരണ മെറ അൽക്കിലല്ല ഞങ്ങൾക്ക് പിന്നെ ഇത് തക്ക വജ്ജർത്ത മാതിരി ബോറന്ത രീതിയിൽ ഇടിച്ചു പിന്നെ അതിലിത് വേത്തനിട്ടു പാത്രത്തിലൊടുക്കല്ല. രണ്ടാമത് ഞാനിപ്പോൾ ചോദിച്ചത് ഞണ്ട് ചമ്മന്തി ഞങ്ങൾ സാധാരണ ഉണ്ടാക്കാറുണ്ട്. അത് കർക്കിടക മാസത്തിലാണ് ഏറ്റവും കൂടുതലും ഞങ്ങൾ ഞണ്ട് പിടിക്കാറുണ്ട്. അത് ചമ്മന്തി അരിക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് വേറൊന്നും ചേർക്കാറില്ല. കാന്താരി മുളകും പിന്നെ ഇതുപോലെ ഞണ്ട് ചുട്ടെടുത്തിട്ട് അതെടുത്ത് കളയാം. തോടെടുത്ത് കളയണം. എല്ലാം നമ്മൾ തിന്നരുത്. തോടെടുത്ത് കളയുക. അതിൽ തിന്നാൻ പറ്റിയ സാധനങ്ങളുണ്ട്. അതെടുത്തിട്ട് പിന്നെ പുളി ചേർത്തിയും ചമ്മന്തി അരിക്കുക. ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അരിക്കുകയാണെങ്കിൽ ചോറ് കഴിക്കാൻ വേറൊന്നും വേണ്ട. പക്ഷെ ഇതൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളെല്ലാവരും ഞണ്ട് പിടിക്കാൻ പോകുന്നൊരു സംശയമാണ്. ഒരു മിനിറ്റ്, എന്തോ തങ്കമണിക്ക് പറയാനുണ്ട്. മലയാളത്തിൽ പറഞ്ഞു. ഓക്കെ, താങ്ക്സ് അക്ക. സാധാരണ നണ്ട് ഞങ്ങളുടെ വയലിൽ കൂടെ ഉണ്ടാവുന്ന നണ്ട് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും. ഞങ്ങളുടെ മലയാളത്തിൽ തന്നെ ഞാൻ പറഞ്ഞു തരാം. തോട്ടിൽ കിട്ടുന്ന നണ്ടാണ്. ഇതേപോലെ കടലിൽ കിട്ടുന്ന നണ്ടൊന്നല്ല. അത് കടലിൽ കിട്ടുന്നതും തോട്ടിൽ കിട്ടുന്നതും വ്യത്യാസമുണ്ട്. ഈ കടലിൽ കിട്ടുന്ന രുചിയില്ലല്ലോ. അതൊക്കെ കൊമ്പൊക്കെ നീളായിട്ട് ആ നണ്ട് എന്തിനു പറ്റും കടലിലൊക്കെ ഉള്ളത്. ഇത് ചെറിയ തോട്ടിലുള്ള നണ്ട് പിടിച്ചിട്ട് അത് ചമ്മന്തിയാക്കി തിന്നാലേ അതിനൊരു രസം ഉണ്ടാവുള്ളൂ. അത് മിസ്സിങ് ഇപ്പോഴെല്ലാം മിസ്സിങ് അത് ഇതൊക്കെ വീട്ടിലേക്കൊക്കെ ഉള്ളത്. ഇപ്പം മിസ്സിങ് കൊണ്ടടിച്ചാൽ ഒരു രുചി ഉണ്ടാവില്ല. അത് അമ്മിക്കല്ലിലെ കുത്തിയാലേ ആ നണ്ടും
ഏത് ചമ്മന്തി ആയാലും അതൊരു രുചി ഉണ്ടാവുള്ളൂ. ആ, ഇത് കാളം പറഞ്ഞതാ. കള്ളം പറഞ്ഞതല്ല. ആണുങ്ങൾക്ക് എന്താ അറിയാ? ആണുങ്ങൾക്ക് അറിയുന്നതേ കുപ്പിക്ക് മാത്രമേ പോകാനുള്ളൂ, ബീവറേജിലേക്ക്. ആ, അതൊക്കെ പെണ്ണുങ്ങളെ കഴിവും കൊണ്ട് ആണുങ്ങൾ ജീവിക്കുന്നത്. അതന്നെ പറഞ്ഞോടുക്ക്. ആണുങ്ങൾക്ക് എന്താ, ഒരു 10 രൂപ കിട്ടുവാണെങ്കിലേ അത് അന്നത്തെ ഭക്ഷണം എന്താന്നോ ബീവറേജിലേക്കാ കയറുന്നത്. പക്ഷെ പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ല. കുടുംബം നോക്കണം, പിള്ളേരിനെ നോക്കണം. പിള്ളേർക്ക് എന്താ വേണം, കുടുംബത്തെ എന്തൊക്കെയാ വേണം. ഒരു 10 രൂപ ഉണ്ടാക്കുന്നത് പെണ്ണുങ്ങളാ, അത് കുടുംബം നടത്തുന്നത്, ആണുങ്ങളല്ല. എൻ്റെ കുടുംബത്തിൽ അങ്ങനെ തന്നെ കഷ്ടപ്പാട് തന്നെ എനിക്കുള്ളത്. ആ കാര്യം തന്നെ ഞാൻ പറയുന്നത്. എനിക്ക് പിള്ളേരുണ്ട്, 5 പിള്ളേരുണ്ട്, ഭർത്താവും ഉണ്ട്. ഞാനത് കുടുംബം നോക്കിക്കൊണ്ട് പോകുന്നത്, പണിയെടുത്തിട്ട്. അത് വേറെ കൂലിപ്പണിയൊന്നുമില്ല, തൊഴിലുറപ്പ് പണിയെടുത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ പിള്ളേരിനെ എൻ്റെ കെട്ടിയതിന് ഞാനാ പോറ്റുന്നത്. കിർത്താഡ്സിൽ ഇടയ്ക്കിടയ്ക്ക് പണിക്ക് വരാറില്ലേ? ഇങ്ങനത്തെയൊക്കെ അതിന് വരാറില്ലേ? ഇങ്ങനത്തെ വന്നിട്ടുണ്ട്, പക്ഷെ ഇതേപോലെ പറഞ്ഞതില്ല ഞാൻ. ഇതാദ്യമായിട്ട് ഞാൻ പറഞ്ഞതാ. പക്ഷെ ഉള്ളിൽ കുറച്ച് പേടിയുണ്ട്. പക്ഷെ ഇങ്ങനെ നിന്നിട്ട് ഞാൻ അങ്ങനെ പറയില്ല. ചിലപ്പോ വേറെ ഇങ്ങനെ പുറത്ത് ആരെങ്കിലും വരുവാണെങ്കിൽ ഞാൻ നല്ലോണം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൊണ്ടാണ് എനിക്ക് കുറച്ച് മടിയാ. ഇതിപ്പോ അങ്ങനെ സ്റ്റേജിൽ അങ്ങനെ കയറി ഇറങ്ങിത്തില്ലല്ലോ. ഇതിപ്പോ ആദ്യം വന്നിട്ട് കുറച്ച് പറഞ്ഞു, ഇപ്പൊ ഇത് പറഞ്ഞു. ഇതിനേക്കാളും ഞാൻ പറയുവാണെങ്കിൽ നിന്നിട്ട് ഞാൻ ഇതേപോലെ സ്റ്റേജ് ഒന്നും ഉണ്ടാവൂല. അങ്ങനെയൊക്കെ ഞാൻ കുറെ സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഇച്ചിരി പേടിയുണ്ട്. അല്ലാത്ത സമയത്ത് എനിക്ക് ഒരു പേടിയില്ല, ഞാൻ ധൈര്യമായിട്ടും പറയും. അതാണ് കിർത്താഡ്സ് ട്രെയിനിങ് വിഭാഗത്തിന്റെ എംപവർമെന്റ് കൺസൾട്ടൈസേഷൻ. പക്ഷെ കുറെ പേടി നോക്കി കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണ് ഇപ്പൊ കുറച്ച് പറഞ്ഞ് പഠിക്കുക. എന്താണ് ചേമിക്ക് പറയാനുള്ളത്? ചേമി സിംഗിളാണ്, സിംഗിൾ വുമൺ. ചേമി എന്താണ് ചേമിയുടെ അഭിപ്രായം? ഊരിലെ ആളുകൾ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുന്നത് കഴിക്കാൻ വേണ്ടി മാത്രമാണോ വരുന്നത് ആൺകുട്ടികൾ? എന്താ നാട്ടിൽ എങ്ങനെയാണ്, കീറിൽ എങ്ങനെയാണ്? എൻ്റെ വീട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭക്ഷണം ഉണ്ടാക്കാൻ. കുട്ടിക്കാലം തൊട്ടേ അലക്കാനും പിടിക്കാനും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഒരു സമയത്തൊന്നും ഉണ്ടാവില്ല, അപ്പം ഞാൻ വയലിലോട്ട് ഇറങ്ങും. എന്തെങ്കിലും കറിക്കുള്ളത് അപ്പുറത്തിപ്പുറത്തൊക്കെ ഉണ്ടാക്കി പെറുക്കി ഒറ്റയടിക്ക് ഒരു ഇരിപ്പിന് വെള്ളം കഞ്ഞി വെക്കും, ചമ്മന്തി ഉണ്ടാക്കും, പിന്നെ കറി ഉണ്ടാക്കും, കർമൂസ് പറിക്കും, അങ്ങനെ ഓരോന്നും ചെയ്യുന്നതാണ്. പിന്നെ അത് കഴിക്കാനായിട്ട് കുട്ടികൾ വരും, അപ്പുറത്ത് കളിക്കുന്നവർ ഇപ്പുറത്ത് കളിക്കുന്നവരൊക്കെ. ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ. ചേച്ചിമാരെ അഭിപ്രായം പറഞ്ഞതിൽ നല്ല രീതിയിൽ തന്നെ ഇവിടെ നിന്ന് സംസാരിച്ചു. നിങ്ങൾ കൊണ്ടുവന്ന ഈ ഭക്ഷണ സംസ്കാരം, അവരുടേതായിട്ടുള്ള ആ സംസ്കാരം നമ്മുടെ മുമ്പിലേക്ക്, ഈ കോഴിക്കോടിൻ്റെ മണ്ണിലേക്ക്, നമ്മുടെ ഈ നഗരത്തിൻ്റെ ഈ പ്രദേശത്തേക്ക് ഈ ഒരു ഭക്ഷണ സംസ്കാരം കൊണ്ടുവന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ആ ജീവിതത്തിൽ അവർ നേരിടുന്ന ആ പ്രതിസന്ധികളുണ്ടല്ലോ, അപ്പം ഇതെല്ലാം തന്നെ അതിൻ്റേതായ ഒരു കൾച്ചറാണ് ഇപ്പോൾ ഇവിടെ സംയോജിതമായ രീതിയിൽ ഇവിടെ കാണാൻ പറ്റിയത്. ഇപ്പോൾ ഭക്ഷണത്തിൻ്റേതാണെങ്കിലും അവരുടെ ആ സംസാരമാണ്, അവരുടെ മനസ്സിൽ അടിച്ചമർത്തപ്പെട്ട ആ ഒരു വികാരം, അതും കൂടെ പുറത്തേക്ക് വരാനുള്ളൊരു വേദിയായിട്ട് ഇത് മാറിയതിൽ വളരെയധികം നന്ദിയുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത് ചമ്മന്തി എന്നുള്ള പദത്തിൻ്റെ നിരുക്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആദ്യ ഭാഗത്ത് പറഞ്ഞു അത് സംസ്കൃതത്തിലുള്ള സമ്മന്തി എന്നുള്ള ആവാം എന്നാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അതങ്ങനെ ആവില്ല എന്നാണ് എനിക്ക് യുക്തിപരമായിട്ട് തോന്നുന്നത്. കാരണം ഏറ്റവും പ്രാക്തനമായിട്ടുള്ള ഒരു വിഭാഗത്തിന് ഒരു ആര്യ ഭാഷയിൽ നിന്ന് അവരുടെ അടിസ്ഥാനപരം, ഇപ്പോൾ നമ്മൾ ചമ്മന്തിയെ പറ്റിയിട്ടുള്ള അവലോകനത്തിൽ നിന്നൊക്കെ മനസ്സിലായത് അത് ഭക്ഷണത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളതാണ്. ഒരുപാട് പഴക്കമുള്ള ഭക്ഷണ വിഭവം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിഭവത്തിൻ്റെ പേര് ഒരിക്കലും ഒരു ആര്യ ഭാഷയിൽ നിന്ന് കടമെടുക്കേണ്ട ആവശ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ബജ്ജി എന്നാണ് ബട്ടക്കുറുബ ഭാഷയിലെ ചമ്മന്തിക്ക് പറയുന്നത്.
കാറ എന്നാണ് ഇവരുടെ ഭാഷയിൽ പറയുന്നത്. ചമ്മന്തി എന്ന് നമ്മളാണ് പറയുന്നത്. അതായത് മലയാളം എന്ന് പറയുന്ന ഭാഷ, അതവിടെ ഒരു സംസ്കൃത വിദഗ്ധൻ ഇരിക്കുന്നുണ്ട്, അദ്ദേഹം വേണമെങ്കിൽ പറഞ്ഞുതരും. അദ്ദേഹം സംസ്കൃതത്തിലുള്ള ആളാണ്. അതായത് മലയാള ഭാഷയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഷ മലയാളമാണ്. ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്ന മലയാളത്തിലാണ്, ഞാൻ ചിന്തിക്കുന്ന മലയാളം. പക്ഷേ മലയാളത്തിൽ അതിന് സ്വന്തമായി 10 മലയാള പദങ്ങൾ പോലും എനിക്കറിയില്ല. ഒന്നുകിൽ സംസ്കൃതത്തിൽ നിന്ന് എടുത്തത്, അല്ലെങ്കിൽ തമിഴിൽ നിന്ന് എടുത്തത്, അല്ലെങ്കിൽ ദ്രവീഡിയൻ ഏതെങ്കിലും ബെട്ടക്കുർബ അങ്ങനത്തെ ഭാഷയിൽ നിന്ന് എടുത്തത്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ലന്തക്കാരയിൽ നിന്ന് എടുത്തത്, പോർച്ചുഗീസുകാരിൽ നിന്ന് എടുത്തതൊക്കെ എടുത്താണ്. അപ്പം ചമ്മന്തി എന്ന് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ആ പദം തീർച്ചയായും സംസ്കൃതത്തിൽ നിന്ന് വന്നതാവാനേ വഴിയുള്ളൂ. സംസ്കൃതത്തിൻ്റെ ഇപ്പം ആര്യഭാഷ എന്ന് പറഞ്ഞ് ഭാഷയെ നമ്മൾ തള്ളേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മലയാളം ഇപ്പം എന്നോട് ചിലപ്പോൾ ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് പദം ഉപയോഗിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും എനിക്ക് സംസ്കൃതം എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല. പിന്നെ എനിക്ക് എഴുതാനും വായിക്കാനും അറിയാത്തൊരു സംസ്കൃത പദം ഉപയോഗിക്കുന്നതിനേക്കാളും ഞാൻ കംഫർട്ടബിൾ എനിക്ക് എഴുതാനും വായിക്കാനും സംസാരിക്കാനും ഒക്കെ അറിയുന്ന ഇംഗ്ലീഷിലെ പദങ്ങൾ ഉപയോഗിക്കുന്നതല്ലേ. അപ്പം നിങ്ങൾക്ക് മലയാളം ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിച്ചിട്ടൊരു സംസ്കൃത പദമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മലയാളത്തിലധികം സംസ്കൃത പദം അറിയാമല്ലോ. മലയാളം വളരെ പരിമിതമായിട്ടുള്ള ഭാഷാ സമ്പത്ത്. പക്ഷേ എല്ലാ ഭാഷയിൽ നിന്നും എടുത്തു കഴിയുമ്പോൾ അത് നമ്മളുടെ ആകും. അപ്പം ചമ്മന്തി എന്നുള്ളത് മലയാളികളുടെ ഭാഷയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇവരുടെ ഭാഷയിൽ ചമ്മന്തി അല്ല, ബജ്ജി അല്ലെങ്കിൽ കാറ അങ്ങനത്തെ. സമ്മന്തി സമ്മന്തിയായതും സമ്മന്തി ചമ്മന്തിയായതുമാണ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഭാഷാ നിരുക്തിയിൽ ഞാനില്ല, വാദിക്കാൻ ഞാനില്ല, അത് ആവാമെന്നേ ഉള്ളൂ, ആണെന്നില്ല. എന്തെങ്കിലും ചോദ്യമില്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷനുള്ള സമയമായി. നാളെ ഷെഫ് കോർണറിൽ സ്വപ്നം കാണാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കായയുണ്ട്. പറണ്ടക്കായ, മക്കുംകായ, കക്കുംകായ, കക്കിൻവള്ളി, കാലൻവള്ളി എന്നെല്ലാം പേരുള്ള ആഫ്രിക്കൻ ഡ്രീം ഹെർബ്. സ്വപ്നം കാണാൻ एक बीजा है, वो खाने के बाद बहुत ज़्यादा सपना आता है. उसी का सेशन है कल. എല്ലാവർക്കും അതിൻ്റെ പായസം തരും. പക്ഷേ സ്വപ്നം കാണാനുള്ള അതിൻ്റെ ശേഷിയെ ഞങ്ങൾ അങ്ങോട്ട് എടുത്തു കളഞ്ഞതിന് ശേഷമേ തരുള്ളൂ. അല്ലെങ്കിൽ പിന്നെ രാത്രി പോയി നിങ്ങളെല്ലാം ഇങ്ങനെ കിറങ്ങിയിട്ട് അത് വേണ്ട. അപ്പം നാളെ അതിനെക്കുറിച്ചുള്ള കഥകൾ നമുക്ക് പറയാം. സ്വപ്നം കാണുന്ന കായയ്ക്ക് ഞാൻ സ്വന്തമായിട്ട് സ്വപ്നം കാട്ടിക്കായ എന്നൊക്കെയാണ് വിളിക്കാറ്. എൻറ്റാഡ റീഡി എന്നാണ് അതിൻ്റെ പേര്. അതിനെക്കുറിച്ചുള്ള ഷെഫ് കോർണർ നാളെ ഉണ്ട്. എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം. प्लीज़ कम टुमारो एंड जॉइन द शेफ़ कॉर्नर. आप आ जाइए. कल हमारा और एक अलग शेफ़ कॉर्नर में सेशन है. वो है वो जो सपना देखने को हेल्प करने वाला, वो जो है ना, आपकी वहाँ नहीं है, समुंदर के पास रहने वाले आदिवासी के लाइफ में है वो ड्रीम हर्ब. ओके, थैंक यू. ഈ സെഷനിൽ നമ്മൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്ന ചേമി ചിങ്കിറിൽ ആൻഡ് തങ്കമണി കാളൻ ചുള്ളിക്കാട് 2 പേർക്കും പ്രത്യേകം നന്ദി പറയുന്നു. നമ്മളെ സഹായിച്ചത് നെജിയയും കുട്ടിയുടെ പേര് മറന്നുപോയി, നെയ്നൂസുമാണ്. 2 കുട്ടികളെയും ലോ കോളേജിലെ നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ ഇൻറ്റേൺ ഈ പരിപാടിക്ക് വന്നതാണ്. അവർക്കും പിന്നെ നമ്മുടെ വകുപ്പിനും പ്രത്യേകമായ നന്ദി